ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 10-14 വർഷമായി ട്ടോ. എൻ്റെ മനസ്സിൽ കേക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം മുള പൊട്ടിയപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു എനിക്കൊരു അവൻ മേടിച്ച് തരുമോയെന്ന്. ഏട്ടൻ ഒന്നും നോക്കിയില്ല ട്ടോ. ഏട്ടൻ ഓടിപ്പോയി ഒരു മൈക്രോവേവ് അവനങ്ങ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അതിനകത്തായിരുന്നു എൻ്റെ പരീക്ഷണങ്ങൾ മുഴുവൻ. അന്ന് എൻ്റെ കയ്യിൽ ബീറ്ററൊന്നുമില്ല. നമ്മുടെ ഹാൻഡ് ബീറ്റർ പോലുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും ബട്ടർ കേക്കും ബട്ടർ ഐസിങ്ങും ഒക്കെ ആയിരുന്നു ട്ടോ. നല്ല കഷ്ടപ്പാടായിരുന്നു ആ ബട്ടറൊക്കെ ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്നെ സഹായിച്ചതും ഈ ഏട്ടൻ തന്നെയാണ്. ഞാനിന്ന് ഏട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ട്ടോ. കാരണം ഏട്ടൻ എനിക്ക് നന്നായിട്ട് അതൊക്കെ ബീറ്റ് ചെയ്തൊക്കെ തരും ട്ടോ. ഞാൻ ഓവനിലോട്ട് എടുത്ത് വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് കേക്ക് കഴിക്കണമല്ലോ. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ കേക്കുകളുടെ തുടക്കം എന്ന് പറയാം. അതിനുശേഷം ഏട്ടൻ്റെ ഓഫീസിലും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ ഞാൻ ഈ കേക്കുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിങ്ങോട് എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഈ യൂട്യൂബിനകത്ത് ഒരുപാട് പേര് ഇടുന്നത് കാണാം വീഡിയോസൊക്കെ. കസ്റ്റമേഴ്സ് പറ്റിച്ചു, ക്യാഷ് വന്നില്ല, ബാർഗെയിൻ ചെയ്തു എന്നൊക്കെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല കസ്റ്റമേഴ്സാണ് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും കേട്ടോ. അവരെല്ലാവരും ഇന്നും എന്നും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഞങ്ങളറിയാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 2 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നേ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.